വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ രാജേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞ മറുപടി എന്ന നിലയ്ക്ക് അതിലേക്ക് നമുക്ക് പോകാം വളരെ പെട്ടെന്ന്, കാരണം വഴിമാറി പോകണ്ട. ഈ 24,000 രൂപ എന്നതിനപ്പുറത്ത് പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യം എന്തുകൊണ്ടാണ് എന്ന് കോടതി ചോദിച്ചു. 15 ദിവസത്തിനകം ആ സാഹചര്യം മാറും എന്ന് പറഞ്ഞു. മറ്റൊന്ന്, കറൻസി ഇപ്പോൾ 24,000 വെച്ച് കൊടുക്കാനില്ല എന്നുകൂടി കോടതിയിൽ സമ്മതിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്ന പ്രധാനമന്ത്രിക്ക് ആ കാര്യം കൂടി പറയാമല്ലോ, നിങ്ങൾക്ക് തരാനുള്ള കറൻസി ഇല്ലെന്ന്. എന്തിനാണ് ഈ 24,000 കോടി എന്നുള്ളൊരു കണക്ക് വെച്ചത്? കോടതി എന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതിന് താഴെ എവിടെയെങ്കിലും ഒരു കണക്ക് വെച്ചത് കൊടുത്തുകൂടെ എന്ന്. അല്ല, കറൻസി പ്രിന്റ് ചെയ്യുന്നു വരുന്ന സാഹചര്യം ക്യാഷ് ക്രഞ്ച് ഉണ്ടെന്ന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി ചോദിക്കുമ്പോഴേക്കും ഈ രാജ്യത്തിലെ യഥാർത്ഥ അവസ്ഥ പറയേണ്ടതായിട്ടുണ്ട്. അതാണ് അപ്പോൾ ജനത്തോട് കള്ളമാണ് പറയുന്നത്, കോടതിയോട് സത്യം പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് 24,000 തരാമെന്ന് പറഞ്ഞിട്ട് അത് തരുന്നില്ല. അതെങ്ങനെയാ കള്ളമാവുന്നത്? 24,000 കിട്ടുന്നില്ലല്ലോ. ഹർഷൻ 24,000 കൊടുക്കാൻ തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്, ആഗ്രഹിച്ചത്. ചില സ്ഥലങ്ങളിൽ കറൻസി ഇല്ലെന്നുള്ള സർക്കാരിന് അറിയാവുന്ന യാഥാർത്ഥ്യമല്ലേ. ചില സ്ഥലങ്ങളിൽ ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ ബുദ്ധിമുട്ട് പരമാവധി പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയും ബാക്കിയുള്ള എത്ര സമയം കൊണ്ട് തീർക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് കോടതി അറിയിക്കും. ഇനി ഞാൻ കർഷക അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ 2-3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. മാത്യു പറഞ്ഞ സെക്ഷനൊക്കെ വളരെ കറക്റ്റാണ്. ഞാൻ വളരെ ലളിതമായിട്ട് ചോദ്യം ചോദിക്കട്ടെ മാത്യു, നിങ്ങൾ പ്രൈമറി ബാങ്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് 16% പലിശയ്ക്ക് ലോൺ കൊടുക്കാൻ ആരാ പെർമിഷൻ തന്നത്? നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ ആരാ പെർമിഷൻ തന്നത്? കർഷകർക്ക് നിങ്ങൾക്ക് സഹായിക്കാം, വിത്തും വളവും കൊടുക്കാം. 16% പലിശയ്ക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ? ഡെപ്പോസിറ്റ് വാങ്ങാൻ പെർമിഷൻ ഉണ്ടോ? 30 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് വാല്യുവേഷൻ പോകുമ്പോൾ 2,000 രൂപ ഫീസ് ഉപാധികളിൽ ഈ കാര്യങ്ങളെല്ലാം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേറെ കുറെ വിഷയങ്ങളുള്ളതുകൊണ്ടാണ്, നമുക്ക് സമയപരിമിതിയും കൂടെ കൊണ്ടാണ്. ഞാൻ ഒരു 1-2 കാര്യങ്ങളുണ്ട്. രാജേഷിലേക്ക് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. കാരണം ഇന്നിപ്പോൾ ചെന്നൈയിൽ 10 കോടി രൂപയുടെ കള്ള പണം പിടികൂടിയിട്ടുണ്ട്. 10 കോടിയല്ല, പിടികൂടിയത് അതിനേക്കാൾ കൂടുതലാണ്. അതിൽ 10 കോടി എന്നത് 2,000 രൂപയുടെ നോട്ടാണ്. ഈ ബാംഗ്ലൂരിൽ, കർണാടകത്തിൽ പിടികൂടിയത് ഏതാണ്ട് 150 കോടിക്കടുത്ത് വരും. മൊത്തം 2,000 രൂപയുടെ നോട്ടാണ്. ഈ ഇവിടെ എവിടെയാണ്, പഞ്ചാബിൽ 47 ലക്ഷം രൂപയുടെ കള്ള നോട്ട് പിടികൂടിയിട്ടുണ്ട്. അതായത് ഇനി ക്യാഷ്ലെസ് എക്കോണമി എന്ന വാദം മാത്രമേ മുന്നിലുള്ളൂ സർക്കാരിന്. ഈ കള്ളനോട്ട് എന്നത് പാളിപ്പോയ ഒരു വാദമായി തന്നെ നമുക്ക് ഈ കള്ളനോട്ട് 2,000 രൂപയുടെ കള്ളനോട്ടുകൾ നമ്മളോട് പറയുന്നു. ഈ കള്ളപ്പണം എന്നത് 2,000 രൂപയുടെ കള്ളപ്പണമായി തന്നെ ഇപ്പോൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കറിയാലോ, 2,000 രൂപ കിട്ടാൻ തന്നെ നമുക്ക് പാടാണ്, അല്ലെങ്കിൽ 24,000 രൂപ കിട്ടാൻ നമുക്ക് പാടാണ്. ആ സമയത്ത് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ 10 കോടിയുടെ 2,000 രൂപയുടെ കള്ളപ്പണം ഉണ്ടാവുന്നത്? മറുപടി പറയേണ്ടത് ആ നമ്പറുടെ നോട്ടുകൾ എവിടെയാണ് വിതരണം ചെയ്തത്? അന്വേഷണം നടക്കുക. ഞാൻ പറയുന്നത് കള്ളപ്പണം തടയാനല്ലേ നിങ്ങൾ ഈ പണി ചെയ്തത്? ഹർഷൻ, ഗവൺമെന്റ് ഒരു പോളിസി എടുത്ത് ഒരു മാറ്റർ ഇംപ്ലിമെന്റ് ചെയ്തു. ഇംപ്ലിമെന്റ് ഭരണകൂടം ചെയ്യുന്ന ആരാ? നാട്ടിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വഴിയാ. ഞാൻ നേരത്തെ അതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വാദം കള്ളപ്പണം ഇല്ലാതാകുന്നു എന്നതാണല്ലോ പിടിച്ചെടുത്തത്? ഇത്രയുമാണെങ്കിൽ പിടിക്കാത്തത് എത്രയുണ്ടാവും? ഞാൻ ചോദിക്കട്ടെ, പല ഉദ്യോഗസ്ഥന്മാരും തട്ടിപ്പിന് കൂട്ടുവയ്ക്കും. ഞാൻ എല്ലാവരെയും പറഞ്ഞില്ല, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് കരുതി ഗവൺമെന്റിന് തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കും. ഞാൻ വേറൊന്നുകൂടെ പറയാം. ഈ സിസ്റ്റത്തെ തിരുത്താൻ ആത്യന്തികമായി നിങ്ങൾക്ക് പറ്റിയില്ലെന്ന് സമ്മതിക്കുന്നു. ഇനി ക്യാഷ്ലെസ് എക്കോണമി മാത്രമാണ് മുന്നിലുള്ള വാദം. 15 കോടിയുടെ കള്ളപ്പണം കേരള പത്രത്തിൽ ഞാൻ എല്ലാ ചാനലിലും കാണിച്ചു. KSRTC വഴി വെളുപ്പിച്ചിരിക്കുന്നു. 15 കോടിയുടെ കള്ളപ്പണം ചില്ലറ വാങ്ങിയിട്ട് 2 ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കേരളത്തിൽ മൂക്കിന്റെ തുമ്പത്താ നടന്നത്. ഇതുപോലെ ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം ഇത് അപ്പൊ ഈ സിസ്റ്റത്തെ തിരുത്താനാണല്ലോ നിങ്ങൾ ഈ പ്രഖ്യാപനമെല്ലാം നടത്തിയത്. ആ കാര്യം നടപ്പാവില്ല. അല്ലല്ല, പൂർണ്ണമായി കള്ളപ്പണവും, അതായത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് അത് ഊഹിക്കാം. പ്രധാനമന്ത്രി ഇപ്പോൾ കള്ളപ്പണം എന്ന് പറയുന്നില്ല, കള്ളനോട്ടെന്ന് പറയുന്നില്ല. ആകെപ്പാടെ പറയുന്നത് ക്യാഷ്ലെസ് ഇക്കോണമി എന്ന് മാത്രമാണ്. മറ്റ് 2 വാദങ്ങളും പൊളിഞ്ഞു എന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ്. അല്ല, താങ്കൾ പൊളിഞ്ഞു എന്ന് വരുത്താൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. ഇവിടെ ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് ഒരു ദിവസം കൊണ്ട് ജമ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. 10, 15, 20, 25 വർഷം എടുക്കാം. പക്ഷേ അതിന്റെ ഒരു തുടക്കം എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് വിനിയോഗിക്കേണ്ടതാണ്. ഇന്ത്യയിൽ നിങ്ങൾ ഈ ജമ്പിങ് അല്ല എന്ന് പറയുന്നു. നിങ്ങൾ ഈ സർജിക്കൽ ഓപ്പറേഷൻ നടത്തിയിട്ട് പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. കള്ളപ്പണം, കള്ളനോട്ട് 20-ലധികം BJP നേതാക്കൾ മാത്രം രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കള്ളനോട്ടും കള്ളപ്പണവും. അടുത്തൊരു കാര്യം,
ഇവിടെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ രാജ്യത്തിനുണ്ടായ ഇക്കണോമിക് ഉണ്ടായ ഈ ആഘാതമുണ്ടല്ലോ, ബിസിനസ് സ്റ്റാൻഡേർഡ് കൊടുത്തിരിക്കുന്ന കണക്ക് 22 BJP ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ആഘാതം എങ്ങനെയാണ് അവർ റെക്ടിഫൈ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അവർ പേച്ചപ്പ് ചെയ്യാൻ പോകുന്നത്? ഇവരൊന്ന് പറഞ്ഞാട്ടെ, എന്ത് അതിനുള്ള സമയമില്ല. നമുക്ക് രാജ്യത്ത് ഇതേ പ്രശ്നമാണ്, രാജ്യത്ത് തൊഴിൽ നഷ്ടം ഉണ്ടായിരിക്കുന്നു. BMS-ന്റെ ദേശീയ നേതാവിന് പറയേണ്ടി വന്നു. രാജ്യത്ത് ചെറുകിട വ്യാപാര മേഖല എല്ലാം തകർന്നു. ഇപ്പൊ എല്ലാം പണത്തിലൂടെ പോകണമെന്നാണ് പറയുന്നത്. എങ്ങനെ പ്ലാസ്റ്റിക് മണിയിലൂടെ പോകണമെന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക് മണിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ രാജ്യത്താകെ ഡെബിറ്റ് കാർഡ് 1.2 കോടി പേർക്കാണുള്ളത്. അതിൽ തന്നെ CP മിഷൻ ഉപയോഗിക്കുന്നവർ 5.2% പേർ മാത്രമാണ് അതിൽ CP മിഷൻ ഉപയോഗിക്കുന്നത്. അതിനുള്ള ബോധവൽക്കരണ പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഇത് ചെയ്തെന്ന് പറയുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞു സ്വപ്നമല്ല. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം 31-ാം തീയതിക്കകം പരിഹരിക്കാൻ തക്കവണ്ണം അല്ല നീങ്ങുന്നതെന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാമല്ലോ. ഈ 31 ഡിസംബറും മുമ്പ് എല്ലാ ഇതും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു തെറ്റ് തന്നെയാണ്. ഡെഫിനറ്റായിട്ടും അത് ഒരു മെഷീനറി കൊണ്ട് ഒരു 14 lakh crore തിരിച്ചു വന്ന് അതിനുള്ള ക്യാഷ് പ്രിൻ്റ് ചെയ്ത് ഇതൊരു ഫാക്റ്റാണ്, നമുക്ക് ആർക്കും ചെയ്യാൻ ഒക്കില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു സങ്കടമുള്ളത്, ഈ പറയുന്ന ഇതൊരു തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ ആളുകൾക്കുള്ളൊരു ഒരു വാശി പോലെയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു ഡിസിഷൻ ഒരു മിഷനറി എടുത്തു, ഒരു പ്രൈം മിനിസ്റ്റർ എടുത്തു. അദ്ദേഹം തെറ്റ് ചെയ്തോ ശരി ചെയ്തോ എന്നുള്ളതിന് അവിടെ നിൽക്കൽ കിട്ടും. പക്ഷേ എന്താണ് ഒരു എക്കോണമിയുടെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനകത്തുള്ള തെറ്റും ശരിയും ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 30 days ഇത് തന്നെ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1 second. അപ്പോൾ നമുക്ക് ചെയ്യാനൊക്കെ എന്താ പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഏരിയാസ് നമ്മൾ ടച്ച് ചെയ്യാതെ പോകുന്നുണ്ട്. ഒന്ന് ടെറർ ഫണ്ട്സ്, 25 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ ഒരു അറ്റാക്കാണ് 26/11. ഈ 26/11ന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് 1.7 അപ്പോ കള്ളപ്പണം ഇല്ലാതായിട്ടില്ല. ഇപ്പൊ നമുക്ക് ഞാൻ പറയാം, ഈ 2000 രൂപയുടെ കള്ളപ്പണമാണ് പിടികൊടുക്കുന്നത്. 2000ന്റെ കള്ളപ്പണം, അതാണ് പ്രശ്നം. ഒരു വിജയം എൻ്റെ അടുത്ത് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഇത് പിടിക്കപ്പെടാതിരുന്നത് ഇന്ന് നമുക്ക് സമയപരിധി അതുകൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. മാത്യു 30 സെക്കൻഡിൽ അവസാനിപ്പിക്കാമോ? അല്ല, സാധാരണ ഹർഷൻ വളരെ ജസ്റ്റിസ് കാണിക്കുന്ന ഇന്ന് ഒരു ജസ്റ്റിസും എന്നോട് കാണിച്ചില്ല. വളരെ ക്ഷമിക്കണം. അല്ല, തർക്കത്തിൽ ഞാനായിട്ട് പറഞ്ഞ ഒരു വാദത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ബഹുമാനായ ശ്രീ രഞ്ജിത്ത് കാർത്തികേയനോട് പറയുകയാണ്, ഒരുപാട് റിപ്പോർട്ട്സ് എല്ലാം വിട്ടോ. 2013 എയിൽ ഗ്ലോബൽ ജേർണലിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേൾഡ് റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റാണ് ജഗദീഷ് ഭഗവതിയും അരവിന്ദ് പനഗാരിയും. അവർ രണ്ടുപേരും ചേർന്ന് എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, വൈ ഗ്രോത്ത് മാറ്റേഴ്സ്, ഹൗ ഗ്രോത്ത് മാറ്റേഴ്സ്, ഹൗ എക്കണോമിക് ഗ്രോത്ത് ഇൻ ഇന്ത്യ റെഡ്യൂസ് പോവർട്ടി ആൻഡ് ലെസൺസ് ഓഫ് അവസാനിപ്പിക്കാതെ തരമില്ല, ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് മാത്യു, ഒപ്പം VV രാജേഷ്, റഹീം, ഒപ്പം ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.